ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പില്ലോ കവർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്കെല്ലാവർക്കും ആവശ്യമുള്ളൊരു സാധനമാണ് പില്ലോ കവർ. ഇതിനിപ്പോൾ റെഡിമെയ്ഡൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഫിനിഷിംഗ് ആയിട്ട് നമ്മുടെ പില്ലോയിൽ ഇതുപോലെ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാം. ഇതിന് കൂടുതൽ സ്റ്റിച്ചിങ് ഒന്നും അറിയേണ്ട കാര്യമില്ല. ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇനി വീട്ടിൽ മെഷീനും വേണമെന്നില്ല, നമുക്ക് കൈത്തുന്നൽ തുന്നിയിട്ടാണെങ്കിലും ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിതൊരു പില്ലോ കവർ, ഇത് റെഡിമെയ്ഡ് നമ്മൾ വാങ്ങിച്ചാണ് ഷോപ്പിൽ നിന്ന്. ഇതുപോലെയാണ് ഓപ്പൺ വരുന്നത്. അപ്പോൾ ഇതുപോലെയല്ല, ഞാൻ ഇതുപോലെ ഓപ്പൺ വരുന്നത് പോലെ അല്ല ചെയ്യുന്നത്, വേറെ രീതിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ചെയ്യാൻ പോകുന്നത് പില്ലോ അളവെടുക്കുകയാണ്. നമുക്ക് പില്ലോ ആണെങ്കിലും പില്ലോ കവർ ആണെങ്കിലും ഇതുപോലെയാണ് ലെങ്ത്ത് എടുക്കേണ്ടത്, ഇതുപോലെയാണ് വേസ്റ്റ് എടുക്കേണ്ടതും. എന്നിട്ട് വേസ്റ്റിൽ നമ്മളൊരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം, 2 ഇഞ്ച് കൂട്ടണം. ലെങ്ത്തിലൊരു 6 ഇഞ്ചും കൂട്ടണം. ഇതിപ്പോൾ ഞാനൊരു റെഡിമെയ്ഡ് വാങ്ങിച്ചാണ്. ഇതുപോലെ ഓപ്പൺ വന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പില്ലോ ഇടുമ്പോൾ ആ ഗ്യാപ്പ്, അതായത് ആ ഓപ്പൺ ഒരുപാട് ഗ്യാപ്പായിട്ട് കിടക്കും. ഒരു 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ ഗ്യാപ്പിൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള പില്ലോനും കവറിനും അഴുക്ക് പറ്റുന്നത് കൊണ്ട് ഞാൻ ഇത് വേറൊരു രീതിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഒരു തുണി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള തുണി, നമുക്ക് പില്ലോ കവറിന് ആവശ്യമായിട്ടുള്ള തുണി ഇവിടെ എടുക്കുകയാണ്. എന്നിട്ട് ഫസ്റ്റ് ഇതുപോലെ തുണി രണ്ടാക്കി മടക്കിയിടുക. രണ്ടാക്കി മടക്കിയിട്ടിട്ട് നമ്മൾ ലെങ്ത്ത് എടുത്തു. ലെങ്ത്തിലൊരു 6 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം. 6 ഇഞ്ചാണ് ലെങ്ത്തിൽ കൂട്ടേണ്ടത്. വേസ്റ്റിലൊരു 2 ഇഞ്ചും. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്തും വേസ്റ്റും ആവശ്യം, അപ്പോൾ അതനുസരിച്ചിട്ട് ലെങ്ത്തിൽ 6 ഇഞ്ച് കൂട്ടുക, വേസ്റ്റിലൊരു 2 ഇഞ്ച് കൂട്ടുക. എന്നിട്ട് നമ്മൾ ലെങ്ത്തും വേസ്റ്റും എടുത്തതിന് ശേഷം ഞാനിത് നേരത്തെ കട്ട് ചെയ്ത് ലെങ്ത്തും വേസ്റ്റും കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. ഇതൊന്ന് ഇതുപോലെ മടക്കിയിട്ടിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് എല്ലാവർക്കും ആവശ്യമാണല്ലോ ഇതിപ്പോൾ ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡ് തന്നെ വാങ്ങിക്കണം എന്നൊന്നും, നമുക്ക് വീട്ടിൽ തുണി ഉണ്ടെങ്കിലും ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഓപ്പൺ ആക്കി വെച്ച് ഇതുപോലെ ഞാൻ 2 പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാണ്. അതായത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാണ്ട്, നമ്മുടെ ഈ കട്ടിങ്ങിൽ, അതായത് നമുക്കിപ്പോൾ ഇവിടെ 2 പീസാണ് ആവശ്യം. ആ 2 പീസിൽ ഒരു പീസിൽ നമുക്കിവിടെ ലെങ്ത്ത് എത്രയാണ് നമ്മൾ ആവശ്യത്തിന് എടുത്ത് അതിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ മുറിച്ചെടുക്കണം. അതിൽ വെച്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ എനിക്കിവിടെ ലെങ്ത്ത് ആവശ്യം ഒരു 25 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഒരു 26 ഇഞ്ച് അളവിനെടുത്ത് മുറിച്ചെടുക്കുകയാണ്. 1 പീസിൽ മാത്രം ഇങ്ങനെ നമ്മുടെ പില്ലോയ്ക്കുള്ള അളവിലും വെച്ച് 1 ഇഞ്ച് കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് 2 പീസിൻ്റെയും ഇതേപോലെ 1 സൈഡ് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അതായത് നമ്മുടെ കട്ട് ചെയ്ത 2 പീസിൻ്റെയും ഇതുപോലെ 1 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പം ഞാനിവിടെ 2 പീസും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ അടിയും പുറവും, അതായത് നമ്മുടെ പീസിൻ്റെ മടക്കി സ്റ്റിച്ച് ചെയ്തതിൻ്റെ അടിയും പുറവും നോക്കിയിട്ട്, അതായത് നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ തയ്ക്കാൻ പോകുന്ന പീസിൻ്റെ ഇത് താഴെയാണ് നമ്മളിത് ജോയിൻറ്റ് ചെയ്യേണ്ടത്. മടക്കി സ്റ്റിച്ച് ചെയ്ത ഭാഗത്തല്ല. ഇത് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അളവ് തെറ്റാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ താഴത്തുനിന്ന് ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് താഴ്ന്ന് ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം, അപ്പോൾ ഇതേ നമ്മുടെ പീസ് ഒന്ന് വലുതും ഒരു പീസ് ചെറുതുമായിട്ടാണ് വരുന്നത്. എന്നിട്ട്
എന്നിട്ട് നമ്മൾ ഈ താഴെ ജോയിൻറ്റ് ചെയ്ത അവിടെ നിന്ന് ഇതുപോലെ കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ മടക്കി വെക്കണം. താഴെ നമ്മൾ കറക്റ്റാക്കി നമ്മുടെ 2 തയ്യൽ തുമ്പും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. അതായത് നമ്മുടെ നീളം കൂടിയ പീസ് നീളം കുറഞ്ഞ പീസിൻ്റെ മേലോട്ട് ഇതുപോലെ മടക്കി വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് 1/4 ഇഞ്ച് അളവിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ അടിയും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അടിയും പുറവും ശ്രദ്ധിക്കണം. അത് നല്ലതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് തിരിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് താഴെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല വശവും ചേർത്തിയിട്ട് വേണം ജോയിൻറ്റ് ചെയ്യണമെങ്കിൽ. എന്നിട്ട് വൺ സൈഡ് നമ്മൾ താഴെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് വന്നത്. ഇനിയും അതേപോലെ മറുവശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് മതിയാവും. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്ത് നോക്കുക. ഫിനിഷിംഗ് ആയിട്ട് നമ്മൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല ഫിനിഷിങ്ങോട് കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് ഞാനിവിടെ ചെയ്ത് നോക്കിയത് കൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലെയാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ പില്ലോ കവർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ മെഷീൻ ഉള്ളവർക്കും ചെയ്യാം, ഇല്ലാത്തവർക്കും ചെയ്യാം. എളുപ്പമാണ്, നല്ല ഫിനിഷിങ്ങും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ സെൻറ്ററിലോ ഇത് കുറച്ച് സൈഡിലൊക്കെയാണ് ഓപ്പൺ വരുന്നത്. അപ്പോൾ അത് ഗ്യാപ്പായി നിൽക്കും, ഉള്ളിലുള്ള പില്ലോയിൽ അഴുക്ക് വരും. ഇങ്ങനെയാവുമ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല, നമുക്ക് വൃത്തിയായിട്ട് തന്നെ ഉപയോഗിക്കാം. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു പണി കൂടി, അതായത് നമ്മുടെ പില്ലോ കവർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ മേലിൽ കൂടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ അതായത് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് മേൽ സ്റ്റിച്ച് ഇട്ടെടുക്കണം. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ 1/4 ഇഞ്ച് കറക്റ്റായിട്ട് വൃത്തിയായിട്ട് ഒരേ അളവിൽ 1/4 ഇഞ്ച്. അതിനി നിങ്ങൾക്ക് 1/4 ഇഞ്ച് എന്ന് വെച്ചാൽ അത് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റിച്ച് അതായത് മെഷീൻ്റെ 2 പല്ലുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ അതിൻ്റെ അളവ് നോക്കിയിട്ട്, അതായത് ഒരു പല്ലിൻ്റെ അളവ് നോക്കിയിട്ട് 1/4 ഇഞ്ചാണ്, അതേ ആ അളവിൽ തന്നെ ഒരേ അളവിൽ ആ സെൻറ്ററിലൂടെ എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആ ഇപ്പുറത്തുള്ള ആ ഒരു പല്ലിൻ്റെ കറക്റ്റ് അളവിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരേ അളവായിരിക്കും. എന്നിട്ട് ചുറ്റുമൊന്ന് ഇതുപോലെ മേൽ സ്റ്റിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ഇത് വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. വളരെ എളുപ്പമാണ്, വീഡിയോ ഇടുന്നത്ര പോലും കഷ്ടമില്ല. സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ഇതുപോലെ മെയിൽ സ്റ്റിച്ചൊക്കെ ഇടുമ്പോൾ നമ്മുടെ മെഷീനിലുള്ള സ്പീഡൊക്കെ ഒന്ന് കുറയ്ക്കുക. സ്പീഡ് കുറച്ച് നമുക്കത് കറക്റ്റായിട്ട് ഒരേ അളവിൽ കിട്ടും. അതിനാണ് ഞാനിവിടെ സ്പീഡ് കുറയ്ക്കാൻ പറയുന്നത്. ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും കുറച്ച് സ്പീഡൊക്കെ കുറച്ചിട്ടാണ് ചെയ്യുന്നത് നല്ലത്. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ചിങ്ങനെ വീഡിയോ ലോങ് ആക്കി വെക്കുന്നത്. അപ്പോൾ ഇവിടെ പില്ലോ കവർ സ്റ്റിച്ചിങ് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ പില്ലോയുടെ ഓപ്പൺ ഭാഗം, ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പില്ലോ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ പൊന്തി നിൽക്കുകയൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ നിൽക്കും. നമുക്ക് ഈ കവറിൽ ഒരു പില്ലോ ഇട്ടിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് കവറ്. ഇതിൽ ഞാനിപ്പോൾ പില്ലോ ഇടാൻ പോവുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പില്ലോയിലാണെങ്കിൽ ഇത് ഇവിടെയാണ് ഓപ്പണൊക്കെ വരിക. അപ്പം നേരത്തെ കാണിച്ചതുപോലെ അവിടെ ആകുമ്പോൾ
ആ സൈഡിലൊക്കെ അഴുക്ക് പറ്റും, ഗ്യാപ്പ് വരും, എങ്ങനെയായാലും ഗ്യാപ്പ് വരും, അപ്പോൾ അഴുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡലിൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, എളുപ്പത്തിൽ, കട്ടിങ്ങും പണിയില്ല, സ്റ്റിച്ചിങ്ങും പണിയില്ല, വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കവറാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ മെഷീൻ ഉള്ളവർക്കും ചെയ്യാം, ഇല്ലാത്തവർക്ക് കൈത്തുന്നൽ വെച്ചിട്ടും ചെയ്യാം, സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ചെയ്യാം. ഇതിനിപ്പോൾ ഒരുപാട് സ്റ്റിച്ചിങ് അറിയണമെന്നൊന്നുമില്ല. നമുക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.